നമസ്കാരം. മഴക്കാലത്തെ ഡയറി ഫാം മാനേജ്മെന്റിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് നാം ഇന്ന് ശ്രമിക്കുന്നത്. ഒരു മൃഗവൈദ്യൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വരുന്ന മഴക്കാലം നിങ്ങളുടെ ഉപജീവന മാർഗത്തെ തന്നെ ചിലപ്പോൾ മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പശുക്കളെയും ഫാമിനെയും സുരക്ഷിതമായി നിലനിർത്താൻ ഈ വിവരങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വരാനിരിക്കുന്ന ഈ ശക്തമായ മഴ നിങ്ങളുടെ ഡയറി ഫാമിന് ശരിക്കും ഒരു അനുഗ്രഹമാണോ അതോ ശാപമാണോ എന്ന്? സാധാരണ നമ്മൾ വിചാരിക്കും, മഴയല്ലേ, നല്ല സമൃദ്ധമായ പുല്ലൊക്കെ കിട്ടും, പാലുൽപാദനം കൂടുമല്ലോ എന്ന്. പക്ഷെ കൃത്യമായ മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ ഈ മഴക്കാലം ഒരു വലിയ ദുരന്തമായി മാറാൻ അധികം സമയം വേണ്ട. ഒരു വശത്ത് നല്ല പുതിയ പച്ചപ്പുല്ലും തണുത്ത കാലാവസ്ഥയും പാലിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുമെന്നതൊരു സത്യമാണ്. എന്നാൽ മറുവശത്ത് എന്താണ് സംഭവിക്കുന്നതെന്നോ, ഇതേ ഈർപ്പവും തണുപ്പും മണ്ണിലുറങ്ങിക്കിടക്കുന്ന മാരകമായ ബാക്ടീരിയകളെയും വൈറസുകളെയും പരാതങ്ങളെയൊക്കെ വിളിച്ചുണർത്തുകയാണ് ചെയ്യുന്നത്. പോരാത്തതിന് മിന്നലാക്രമണങ്ങൾ പോലെയുള്ള ഭീഷണികൾ വേറെയും. സത്യത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ഈ ശത്രുക്കളാണ് നമ്മുടെ യഥാർത്ഥ വില്ലന്മാർ. ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ നിങ്ങളുടെ ഫാമിനെ സജ്ജമാക്കുന്നതിനുള്ള സുപ്രധാനമായ ഒരു 6 പോയിന്റ് ചെക്ക്ലിസ്റ്റാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 1. മഴക്കാലത്തെ ചില വൈരുദ്ധ്യങ്ങൾ. 2. തൊഴുത്തിലെ സുരക്ഷയും ശുചിത്വവും. 3. മാരക രോഗങ്ങളെ ചെറുക്കുന്ന വിധം. 4. സുരക്ഷിതമായ തീറ്റക്രമം. 5. കിടാക്കൾക്കുള്ള സംരക്ഷണം. അവസാനമായി 6. കന്നുകാലി ഇൻഷുറൻസ് അഥവാ സാമ്പത്തിക സുരക്ഷ. ഈ 6 കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ അത് നിങ്ങളുടെ ഫാമിന്റെ ഏറ്റവും വലിയ സംരക്ഷണ കവചമായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. മഴക്കാലത്തെ വൈരുദ്ധ്യങ്ങൾ, അതായത് മൺസൂൺ പാരഡോക്സ്. സങ്കരയിനത്തിൽപ്പെട്ട ഉയർന്ന പാലുൽപാദനമുള്ള പശുക്കൾക്ക് ഈ മഴക്കാലത്ത് കടുത്ത ശാരീരിക സമ്മർദ്ദം നേരിടേണ്ടി വരും. അന്തരീക്ഷത്തിലെ ഈർപ്പവും താപനിലയിലെ അപ്രതീക്ഷിതമായ മാറ്റവുമൊക്കെ അവയുടെ സ്വാഭാവിക പ്രതിരോധശേഷിയെ വലിയ തോതിലാണ് കുറയ്ക്കുന്നത്. വെള്ളവും പുല്ലും ധാരാളമായി ലഭിക്കുമെങ്കിലും ഈ പ്രതിരോധശേഷി കുറയുന്നത് കാരണം രോഗാണുക്കൾക്ക് പശുക്കളുടെ ശരീരത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കടന്നുകയറാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇനി നമുക്ക് രണ്ടാമത്തെ സുപ്രധാന ഘട്ടത്തിലേക്ക് പോകാം. തൊഴുത്തിലെ സുരക്ഷയും ശുചിത്വവും. രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ആദ്യത്തെ കോട്ടയാണിത്. നിങ്ങളുടെ തൊഴുത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ചില സാധനങ്ങളുണ്ട്. ഒരു മൺസൂൺ ആയുധപ്പുര എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ബ്ലീച്ചിംഗ് പൗഡർ, കുമ്മായം, പശുക്കൾക്ക് നിൽക്കാൻ റബ്ബർ മാറ്റുകൾ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഈച്ചകളെ അകറ്റാനുള്ള ലേപനങ്ങൾ, പിന്നെ കർഷകർക്ക് ധരിക്കാൻ അത്യാവശ്യമായി വേണ്ട ബൊംബൂട്ടുകൾ. മഴക്കാലത്ത് എലിപ്പനി പോലെയുള്ള മാരക രോഗങ്ങൾ പടരാൻ വലിയ സാധ്യതയുള്ളതിനാൽ തൊഴുത്തിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ഗംബൂട്ട് ധരിച്ചിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കണക്കുണ്ട്. 150. 10 ലിറ്റർ വെള്ളത്തിൽ കൃത്യം 150 ഗ്രാം ബ്ലീച്ചിംഗ് പൗഡർ ചേർത്ത് വേണം തൊഴുത്തിന്റെ തര കഴുകി വൃത്തിയാക്കാൻ. ഈയൊരു കൃത്യമായ അനുപാതം അണുനശീകരണത്തിന് വളരെ നിർണായകമാണ് കേട്ടോ. ഇത് തറയിലെ വഴുക്കൽ മാറ്റാനും അതുപോലെ തന്നെ രോഗാണുക്കളെ വളരെ ഫലപ്രദമായി നശിപ്പിക്കാനും സഹായിക്കും. ഇനി വളരെ ഗൗരവമുള്ള മറ്റൊരു മുന്നറിയിപ്പ്: ഇലക്ട്രിക്കൽ സുരക്ഷ. ഈർപ്പമുള്ള തൊഴുത്തിൽ ഇൻസുലേഷൻ നഷ്ടപ്പെട്ട ഒരു ചെറിയ വയറുമതി വലിയൊരു ദുരന്തമുണ്ടാകാൻ. മനുഷ്യരെക്കാൾ ഇടിമിന്നലും ഷോക്കുമേൽക്കാൻ സാധ്യത കൂടുതൽ 4 കാലുകളുള്ള നമ്മുടെ പശുക്കൾക്കാണ്. അതുകൊണ്ട് തൊഴുത്തിലെ വയറിങ്ങുകളൊക്കെ സുരക്ഷിതമാണെന്ന് ഇന്ന് തന്നെ ഒന്ന് പരിശോധിച്ചുറപ്പുവരുത്തുക. അടുത്തതായി 3ാമത്തെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്: മാരക രോഗങ്ങളെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന്. ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ഒളിച്ചിരിക്കുന്ന സൂക്ഷ്മജീവികളാണ് ഇവിടുത്തെ പ്രധാന വില്ലന്മാർ. അകിടുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അകിടുവീക്കത്തിൽ തന്നെ ഏറ്റവും അപകടകാരിയായ ഒന്നാണ് നിശബ്ദ അകിടുവീക്കം അഥവാ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. പുറമേക്ക് യാതൊരു ലക്ഷണവും കാണിക്കില്ല, പക്ഷേ പാലുൽപാദനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊരു അദൃശ്യനായ ശത്രുവാണ്. ഇത് കണ്ടെത്താനുള്ള ഒരേയൊരു മാർഗം കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് അഥവാ CMT കിറ്റ് ഉപയോഗിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് ആഴ്ചയിൽ 2 തവണയെങ്കിലും പശുക്കളിൽ ഈ പരിശോധന നിർബന്ധമായും നടത്തിയിരിക്കണം. അകിടുവീക്കം തടയാനായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മാറ്റിവെക്കാൻ പാടില്ലാത്ത 5 നിർബന്ധിത ഘട്ടങ്ങളുണ്ട്. 1. കറവയ്ക്കു മുൻപ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് അകിട് നന്നായി കഴുകുക. 2. ടിഷ്യൂ പേപ്പർ കൊണ്ട് നനവ് പൂർണ്ണമായും ഒപ്പിയെടുക്കുക. 3. പാൽ അകിടിൽ കെട്ടിനിൽക്കാൻ അനുവദിക്കാതെ പൂർണ്ണമായും കറന്നെടുക്കുക. 4. കറവയ്ക്കു ശേഷം മുലക്കാമ്പുകൾ അയഡിൻ ലായനിയിൽ ഒരു 20 സെക്കൻഡ് മുക്കിവയ്ക്കുക. ഇനി 5ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം: കറവ കഴിഞ്ഞ ഉടൻ തന്നെ പശുവിന് തീറ്റ നൽകുക. ഈ 5ാമത്തെ ഘട്ടത്തിൽ കറവ കഴിഞ്ഞ ഉടനെ എന്തിനാണ് നമ്മൾ തീറ്റ നൽകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ 20 എന്ന സംഖ്യയാണ് അതിന്റെ ഉത്തരം. കറവയ്ക്ക് ശേഷം മുലക്കണ്ണുകളിലെ സുഷിരങ്ങൾ പൂർണ്ണമായും അടയാൻ ഏകദേശം 20 മിനിറ്റ് സമയം വേണം.
ആ സമയത്ത് പശു ഉടനെ തറയിൽ കിടന്നാൽ അഴുക്കിലൂടെ ബാക്ടീരിയകൾ അകിടിലേക്ക് കയറാൻ വലിയ സാധ്യതയുണ്ട്. കറന്നയുടനെ തീറ്റ നൽകുന്നതിലൂടെ പശുവിനെ ചുരുങ്ങിയത് 20 മിനിറ്റെങ്കിലും നമുക്ക് നിർത്തിക്കാൻ സാധിക്കും. ഇത് വളരെ ലളിതവും എന്നാൽ ഏറ്റവും ഫലപ്രദവുമായ ഒരു പ്രതിരോധ മാർഗമാണ്. മഴക്കാലത്ത് പശുക്കളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മറ്റ് 2 രോഗങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഒന്ന്, കൊതുകുകളും കടീച്ചകളും പരത്തുന്ന വൈറൽ രോഗമായ മുടന്തൻ പനി. രണ്ടാമത്തേത്, ചെളി നിറഞ്ഞ തറയിൽ നിന്ന് ബാക്ടീരിയകൾ വഴി വരുന്ന കുളമ്പുചീയൽ അഥവാ ഫുട്ട് റോട്ട്. കുളമ്പുചീയൽ വരാതിരിക്കാൻ ആഴ്ചയിൽ 2 തവണ 5% വീര്യമുള്ള തുരിശിലായനിയിൽ പശുവിന്റെ കുളമ്പുകൾ ഒരു 20 മിനിറ്റ് മുക്കിവെക്കുന്ന രീതി നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. ശരി, പശുക്കളുടെ ശാരീരികമായ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അടുത്തതായി 4ാമത്തെ കാര്യത്തിലേക്ക് നീങ്ങാം. സുരക്ഷിതമായ തീറ്റക്രമം. തീറ്റത്തൊട്ടിയിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടങ്ങളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കുന്നത്. ഈയൊരു വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അഫ്ലാടോക്സിക്കോസിസ്. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ കാലിത്തീറ്റയിൽ വരുന്ന പൂപ്പലുകളുണ്ടാക്കുന്ന അതിമാരകമായ ഒരു വിഷബാധയാണിത്. ഇത് പശുക്കളിൽ കടുത്ത വയറിളക്കം, വാലിന്റെ അറ്റം അഴുകിപ്പോകൽ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നു. ഗർഭിണിയായ പശുക്കളിലാണെങ്കിൽ ഗർഭമലസ്ഥാൻ വരെ ഈ പൂപ്പൽ വിഷബാധ കാരണമാകും. അതുകൊണ്ട് തീറ്റ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. തീറ്റ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ചില ചെറിയ നിയമങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കണം. തീറ്റച്ചാക്കുകൾ തറയിൽ നിന്ന് 1 അടി ഉയരത്തിലും ഭിത്തിയിൽ നിന്ന് 1.5 അടി അകലത്തിലും മരപ്പലകകൾക്കോ പ്ലാസ്റ്റിക് പല്ലറ്റുകൾക്കോ മുകളിൽ മാത്രം സൂക്ഷിക്കുക. അതുപോലെ മറ്റൊരു പ്രധാന മുന്നറിയിപ്പ് കൂടിയുണ്ട്. മഴക്കാലത്ത് വെട്ടിയെടുക്കുന്ന തളിർപുല്ല് അതേപടി പശുക്കൾക്ക് നൽകരുത് കേട്ടോ. അതിലെ ഉയർന്ന ജലാംശം പശുക്കളിൽ വയറുപിരപ്പത്തിന് കാരണമാകും. വെയിലിൽ 1-2 മണിക്കൂർ വാട്ടിയതിനു ശേഷം മാത്രം പച്ചപ്പുല്ല് നൽകാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫാമിലെ ഏറ്റവും ദുർബലരായ ഒരു വിഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം. അതാണ് നമ്മുടെ 5ാമത്തെ വിഷയം, കിടാക്കൾക്കുള്ള സംരക്ഷണം. 3 മാസത്തിൽ താഴെ പ്രായമുള്ള കിടാക്കൾക്കാണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പരിചരണം വേണ്ടത്. നമ്മുടെ കിടാക്കൾക്കായുള്ള സുരക്ഷാ കവചങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നനവില്ലാത്ത ഉണങ്ങിയ വൈക്കോൽ വിരിച്ച തറ, നല്ല വായുസഞ്ചാരം, തണുപ്പകറ്റാൻ ഇൻഫ്രാറെഡ് ബൾബുകൾ നൽകുന്ന ചൂട്, പിന്നെ ഒരുപാട് കിടാക്കളെ ഒന്നിച്ച് തിക്കിത്തിരക്കി പാർപ്പിക്കാതിരിക്കുക എന്നിവയാണവ. ഈർപ്പവും തണുപ്പും കാരണം കിടാക്കളിൽ ന്യൂമോണിയ, രക്താതിസാരം പോലെയുള്ള അസുഖങ്ങൾ വന്ന് മരണനിരക്ക് കൂടാൻ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മുൻകരുതലുകൾ അടിയന്തരമായി തന്നെ എടുത്തിരിക്കണം. അങ്ങനെ നമ്മൾ ഈ അവലോകനത്തിന്റെ അവസാനത്തേതും 6ാമത്തേതുമായ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. സാമ്പത്തിക സുരക്ഷ അഥവാ കന്നുകാലി ഇൻഷുറൻസ്. സത്യത്തിൽ നിങ്ങളുടെ ഫാമിന് മാത്രമല്ല, നിങ്ങളുടെ ഉപജീവനത്തെ തന്നെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ കവചമാണിത്. ഈ വലിയ സംഖ്യ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. 5000. കഴിഞ്ഞ പ്രളയകാലത്ത് മാത്രം കേരളത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട കന്നുകാലികളുടെ എണ്ണമാണിത്. പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചേക്കാമെന്ന് ഈ കണക്ക് നമ്മെ വളരെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. കാലാവധി കഴിഞ്ഞ ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം പുതുക്കുക. ഇതിനായി മിൽമ ക്ഷീരസഹകരണ സംഘങ്ങളുമായോ നിങ്ങളുടെ പ്രദേശത്തെ മൃഗഡോക്ടറുമായോ ഉടൻ തന്നെ ബന്ധപ്പെടുക. മഴ കനക്കുന്നതിനു മുൻപ് തന്നെ ഇൻഷുറൻസ് പോളിസികൾ ഉറപ്പാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ വിവരങ്ങളുടെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഇനി ഈ നിർണായകമായ ചോദ്യം സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. കഴിഞ്ഞ പ്രളയങ്ങളിൽ 5000-ത്തിലധികം പശുക്കളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്ന് രാത്രി അപ്രതീക്ഷിതമായി ഒരു വലിയ ദുരന്തം സംഭവിച്ചാൽ നിങ്ങളുടെ ഉപജീവനം സുരക്ഷിതമാണോ? കൃത്യമായ ഈ മുന്നൊരുക്കങ്ങളും ഇൻഷുറൻസുമുണ്ടെങ്കിൽ ഈ മഴക്കാലത്തെ നിങ്ങൾക്ക് ഒരു മികച്ച ആദായകാലമാക്കി മാറ്റാം. സുരക്ഷിതരായിരിക്കുക, മികച്ച രീതിയിൽ ഡയറി ഫാമിംഗ് തുടരുക. ഈ അവലോകനം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. ഒത്തിരി നന്ദി.